വികസിതവും വളർന്നുവരുന്നതുമായ സമ്പദ്വ്യവസ്ഥകളുടെ ബോണ്ട് റിട്ടേണുകളിലെ മൂവ്മെന്റ് പരിശോധിച്ചാൽ യു.എസ്., യു.കെ., ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വർധനവ് ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിയും. പ്രധാന സമ്പദ്വ്യവസ്ഥകളുടെ ബോണ്ട് റിട്ടേണുകളിലെ വർധനവിന് കാരണം ജപ്പാനിലെ 30-40 വർഷത്തെ ബോണ്ടുകളിലെ വർധനവാണ്. ജനുവരിയിൽ അവയുടെ ആദായം ഏകദേശം 25 മുതൽ 30 വരെ ബേസിസ് പോയിന്റുകൾ വർദ്ധിച്ചു. ഇതിന് കാരണം പുതിയ പ്രധാനമന്ത്രി സുഗ യോഷിഹിദെ അധികാരത്തിൽ വന്നതും ഭക്ഷ്യവസ്തുക്കളിൽ നികുതി കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തതും ആണ്. ഇത് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ഇത് ബോണ്ട് റിട്ടേണുകളിൽ വർധനവിന് കാരണമായി. ക്യാരി ട്രേഡുകൾ ഇപ്പോഴും വലിയ തോതിൽ എന്നിൽ നടക്കുന്നതിനാൽ ജാപ്പനീസ് ബോണ്ട് യീൽഡുകളിലും കറൻസിയിലും വലിയ ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ സമ്മർദ്ദം ആങ്കർ കറൻസി രാജ്യങ്ങളിലേക്കും പടരുന്നു. ഇതുകൊണ്ടാണ് ജപ്പാന് പുറമെ യു.എസിലും യു.കെയിലും ബോണ്ട് റിട്ടേണുകൾ വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടത്. ഓസ്ട്രേലിയയിലും പണപ്പെരുപ്പത്തെക്കുറിച്ച് ആർ.ബി.ഐ ഇപ്പോഴും ആശങ്കാകുലരാണ്. വളർച്ച ശരിയായ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ആർ.ബി.ഐ പലിശ നിരക്കുകൾ കൂടുതൽ ഉയർത്തുമെന്ന പ്രതീക്ഷയുമുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ബോണ്ട് റിട്ടേണുകളിലും വർധനവ് ഉണ്ടായത്. എന്നാൽ വളർന്നുവരുന്ന വിപണികളിലെ സ്ഥിതി സമ്മിശ്രമാണ്. ബ്രസീൽ, മെക്സിക്കോ, ചൈന തുടങ്ങിയ വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ കഴിഞ്ഞ മാസം ബോണ്ട് വരുമാനത്തിൽ ഇടിവ് നേരിട്ടു. ശരാശരി വളർച്ചയും നേരിയ വിലക്കയറ്റവും ഉള്ള സാഹചര്യത്തിൽ നിന്ന് അവർക്ക് നേട്ടം ഉണ്ടാകുന്നത് തുടരുന്നു. മറുവശത്ത് ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ധനകാര്യ പരിഷ്കരണ ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ ബോണ്ട് വരുമാനത്തിൽ നേരിയ വർധനവുണ്ടായി. ബജറ്റിന് മുമ്പ് സർക്കാർ അതിന്റെ ധനക്കമ്മി എങ്ങനെ നിറവേറ്റുമെന്ന് വിപണി പങ്കാളികൾക്ക് ആശങ്കയുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.